ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു പുഡിങ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു അര ഗ്ലാസ് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് നോർമൽ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ജലാറ്റിന് പകരം ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 പീസ് ബ്രെഡാണ്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പുഡിങ് റെഡിയാക്കുന്നത് 1/2 ലിറ്റർ പാലിലാണ്. ഇപ്പോൾ പാലൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായി പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 100 ഗ്രാം ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 50 ഗ്രാം ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽട്ടായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചൈന ഗ്രാസ് ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. വേറെ തന്നെ മെൽറ്റ് ചെയ്ത് ചേർക്കണമെന്നില്ല. ഇതിലേക്ക് നേരിട്ട് തന്നെ ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിങ്ങിൻ്റെ ട്രേയിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മൊത്തത്തിലൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ബാറ്റർ മുഴുവനായിട്ടും ഇതിലൊഴിച്ച് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു 4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാതെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ബിസ്ക്കറ്റ് പൊടി ചേർത്ത ശേഷം ഞാൻ ഇതിൽ കുറച്ച് പിസ്ത സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള ബട്ടർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക.